അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ നിങ്ങളുടെ RSSന്റെ എന്താണ് ഭഗധ്വജം അല്ലേ, അതല്ലേ ഈ കാവിക്കൊടി? ആ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ്, ആ ഭാരതമാതാവാണ് രാജ്യത്തിൻ്റെ മാതാവ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? നോക്കൂ, അങ്ങയുടെ ചോദ്യം നിങ്ങൾ RSSന്റെ ഭഗവധ്വജം എന്നുള്ളതാണ്. ഭഗവധ്വജം എന്ന് പറഞ്ഞാൽ ഭഗവ എന്ന് പറയുന്ന നിറം സാഫ്രൺ എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയെ, ഭാരതത്തിൻ്റെ സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന നിറമായിട്ടാണ് ഭഗവ എന്ന നിറത്തെ സാധാരണ പരിഗണിക്കാറുള്ളത്. നമ്മുടെ ദേശീയ പതാകയിലെ 3 നിറങ്ങളിൽ ഒന്ന് ഭഗവയാണ്. ഏറ്റവും മുകളിൽ ഭഗവ, പിന്നീട് വെള്ള, പിന്നീട് ഹരിതവർണ്ണം എന്നിങ്ങനെ 3 നിറങ്ങളാണുള്ളത്. ഭഗവ വർണ്ണം എന്ന് പറയുന്നത് RSSന്റെ ഔദ്യോഗിക നിറമല്ല. RSS ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും മാനിക്കുന്നത് കൊണ്ട് RSSന്റെ ഗുരുസ്ഥാനത്ത് ഭഗവധ്വജത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം. രാജ്യത്തെ മാതാവായി കാണുന്ന നിങ്ങൾക്ക് ദേശീയ പതാക അവിടെ വെച്ചുകൊണ്ട് ദേശീയ പതാക ഏന്തിയ ഭാരതമാതാവിനെ വന്ദിക്കാൻ എന്തുകൊണ്ട് തോന്നിയില്ല? ദേശീയ പതാകയെ RSS അംഗീകരിച്ചത് തന്നെ എപ്പോഴാണ്? ഏത് വർഷമാണ്? 2022-ലോ? അപ്പോൾ ദേശീയ പതാക അവിടെ വെക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ശ്രീമതി സ്മൃതി, നിങ്ങളുടെ ചോദ്യം തെറ്റിദ്ധാരണാജനകമാണെന്ന് ആദ്യം വിശദീകരിച്ച് പോട്ടെ. RSS 2002-ലല്ല ദേശീയ പതാക അംഗീകരിക്കുന്നത്. 1947-ൽ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ തിരങ്കയെ അംഗീകരിച്ചത് മുതൽ തന്നെ RSS അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. 2002-ൽ എന്താ സംഭവിച്ചത്? 2002-ൽ ഇന്ത്യയുടെ പറഞ്ഞു പോകാം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. RSS ആസ്ഥാനത്ത് ഈ ഞാൻ പറഞ്ഞു മുഴുമിപ്പിക്കട്ടെ. ശരി, ഇനി പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. 2002-ലാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. അതിനുശേഷം മാത്രമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ കെട്ടിടത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടിയത്. 2002-ന് മുൻപ് ഒരു സംഘടനയ്ക്കും അവരുടെ പാർട്ടി ആസ്ഥാനത്തോ അവരുടെ കാര്യാലയത്തിലോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 2002-ൽ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നപ്പോൾ ദേശീയ പ്രാദേശിക പാർട്ടികൾക്ക് അവരുടെ കാര്യാലയങ്ങളിൽ സ്വാതന്ത്ര്യ ദിനത്തിനോ റിപ്പബ്ലിക് ദിനത്തിനോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടി. അന്ന് മുതൽ RSS ഉയർത്തുന്നുണ്ട്. അതിനുശേഷവും ഉയർത്താത്ത സംഘടനകൾ ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. 2018-ന് ശേഷം മാത്രം ദേശീയ പതാക ഉയർത്തി തുടങ്ങിയിട്ടുള്ള സംഘടന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാതിരുന്ന ആരാണ്? RSS അല്ലേ? അന്ന് നിങ്ങൾ ഈ ഭഗവധ്വജത്തെ ഔദ്യോഗിക പതാകയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ഓർഗനൈസറിൽ ലേഖനം എഴുതിയിട്ടില്ലേ RSS? ഇല്ലേ? അത് നിഷേധിക്കുന്നുണ്ടോ? ഞാൻ അത് മുഴുവൻ പറയാം. നിങ്ങളിങ്ങനെ എടുത്തു ചാടാതിരിക്കൂ, എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കൂ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യയുടെ എന്തുണ്ടാക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. 1946 മുതൽ 1949 വരെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാലാവധി. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലാണ് ഇന്ത്യയുടെ ദേശീയ സിംബൽ ഏതാണ്, ദേശീയ ഫ്ലാഗ് ഏതാണ്, ദേശീയ മോട്ടോ ഏതാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയത്ത് വിവിധ പാർട്ടികൾക്കും വിവിധ ആശയത്തിൻ്റെ വക്താക്കൾക്കും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കപ്പെടുകയും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തതോടുകൂടി ആ ദേശീയ പതാകയെ ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് RSS ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പതാക ഏത് വേണമെന്ന് ചർച്ച നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഓരോ ഘട്ടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ദേശീയ പതാകകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു സമയത്ത് ആസാദ് ഫ്ലാഗ് ഉണ്ടായിട്ടുണ്ട്. ആനി ബസന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഫ്ലാഗായിട്ട് ഉപയോഗിച്ചിട്ട് മറ്റൊന്നാണ്. ഒരു ഘട്ടത്തിൽ ഭഗവ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1928-ലാണ് കോൺഗ്രസ് തിരങ്ക എന്ന് പറയുന്ന പതാകയെ ഔദ്യോഗിക ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത്. ആ പതാകയിൽ പോലും നടുവിൽ വെച്ചതിനെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്, ന്യായീകരിക്കുന്നത്? ഞാനത് വിശദീകരിക്കാം. ആ ചോദ്യം എന്നോട് ചോദിച്ചില്ലല്ലോ. നോക്കൂ, ഭഗവധ്വജം ഏന്തിയിട്ടുള്ള ഭാരതമാതാവ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഈ ഭഗവധ്വജം ആയിക്കോട്ടെ, ഭാരത് മാത എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിക്കോട്ടെ, അത് ഈ രാഷ്ട്രത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ, വേദിക് ലിറ്ററേച്ചറുകളിൽ ഉൾപ്പെടെ പരാമർശമുള്ള സങ്കല്പമാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സങ്കല്പമല്ല. ഇപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരതോ നാമ ഭാരതീ പുത്ര സന്തതി എന്ന് പറയുന്നുണ്ട്. ഏതാണോ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലും ഹിമാലയ
ഹിമാലയത്തിന് താഴെയുമായിട്ടുള്ള ദേവനിർമ്മിതമായിട്ടുള്ള ആ ദേശം ഭാരതം എന്നറിയപ്പെടുന്നു. ഭാരതീയരെല്ലാം ആ ദേശത്തിലെ പുത്രന്മാരാണ് എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇപ്പൊ അഥർവവേദത്തിലാണെന്ന് തോന്നുന്നു മാതാ ഭൂമി പുത്രോഹം പൃഥ്വിയാം എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. എന്താണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഈ അമ്മയുടെ മക്കളാണ്. ഇവിടെ വേദവും ഉപനിഷത്തും മാത്രമല്ല, ഇവിടെ ബൈബിളും ഖുറാനും കൂടിയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പതാക ഇവിടെയുള്ളപ്പോൾ അതിലും വലുതാണ് നിങ്ങളുടെ ഭഗധ്വജം എന്ന് തീരുമാനിക്കുകയും ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഭഗധ്വജം കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തത് ആര് വന്നപ്പോഴാണ് അത് സ്ഥാപിച്ചത്? RSSന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തി അവിടെ പ്രസംഗിക്കുന്ന ദിവസമാണ് ഇത് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതിൽ പൂജ നടത്തണമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? നിങ്ങൾ അതിനെ വളരെ സ്വാഭാവികവൽക്കരിക്കാൻ ഇപ്പോഴും ശ്രീ ശങ്കുട്ടിദാസിന്റെ പ്രതികരണത്തിൽ അതുണ്ട്. ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ എന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇത് അതിൻ്റെ സ്വാഭാവികതയിൽ സംഭവിക്കേണ്ടതാണ്. നാളെ ഇതാണ് നമ്മുടെ കൊടി എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ ഭഗധ്വജത്തെ ഇവിടുത്തെ കലാപ സംഘർഷ സാഹചര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ, ബാബറി മസ്ജിദ് സംഘർഷത്തിൽ കണ്ടിട്ടുണ്ടെന്നേ. അപ്പോൾ അതാണ് രാജ്ഭവനിൽ കൊണ്ടുവെക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ, അത് നിങ്ങളുടെ RSSന്റെ ആശയമല്ല എന്നിപ്പോൾ പറയുന്നുണ്ട്. RSSന്റെ ആശയം മാത്രമല്ലേ അതെന്തിനാണ് ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്ന് ശഠിക്കുന്നത്? ശ്രീമതി സ്മൃതി, നിങ്ങൾ എന്തൊരു ഹീനമായ നികൃഷ്ടമായിട്ടുള്ള നീചമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനത അവരുടെ പൈതൃകത്തിന്റെ, അവരുടെ സന്യാസത്തിന്റെ, അവരുടെ ഗുരു പരമ്പരയുടെ അടയാളമായി കാണുന്ന ഒരു ചിഹ്നത്തെ ഇവിടുത്തെ വർഗീയ കലാപത്തിന്റെ വലുതാണോ ഈ ഭഗധ്വജം? വലുതാണോ ചെറുതാണോ തുടങ്ങിയത്? ഇവിടെ വലുതാണോ ചെറുതാണോ താരതമ്യം ആരാ പറഞ്ഞത്? ഇത് രാജ്ഭവനിൽ വെക്കാനുള്ളതല്ല, അത് RSS കാര്യാലയത്തിൽ വെക്കാൻ. നിങ്ങളൊരു ചർച്ചയിൽ ഒരു അതിഥിയെ ക്ഷണിച്ചു വരുത്തിയാൽ അയാൾക്ക് പറയാനുള്ള മാന്യമായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ചർച്ചയെ മാറ്റരുത്. ഈ നോക്കൂ, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭീകര സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ പല മതങ്ങളുടെയും സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സൂക്തങ്ങൾ പിന്നീട് അങ്ങ് ഭീകരതയുടെ ചിഹ്നമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുമോ? ഇത് മറ്റൊരു മതത്തിന് നേരെ പറഞ്ഞാൽ നിങ്ങൾ അതിന് എത്ര നീചമായിട്ടുള്ള വർഗീയതയായിട്ടാണ് പറയുക. അതേസമയം ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങൾക്കെതിരെ എന്ത് നീചതയും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് ഹിന്ദുമതത്തിന്റെ ചിഹ്നമാണ്. ഹിന്ദുമതത്തിന്റെ ചിഹ്നം വെക്കേണ്ട ഇടമാണ് രാജ്ഭവൻ. ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ലെന്നേ. ഹിന്ദുമതവും വേണ്ട, ക്രിസ്ത്യൻ മതവും വേണ്ട, മുസ്ലിം മതവും വേണ്ട, ഒരു മതത്തിന്റെയും ചിഹ്നങ്ങൾ വെക്കാവുന്ന സ്ഥലമല്ല രാജ്ഭവൻ. മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കേണ്ട ഇടമല്ല. ശ്രീമതി സ്മൃതി, നിങ്ങൾ എന്നെ എൻ്റെ ആദ്യ ഊഴത്തിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല, നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അജണ്ട പറയുന്നു, ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ട അലങ്കോലം സൃഷ്ടിക്കുന്നു. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് മര്യാദകേടാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ചിഹ്നങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളല്ല, ശരിയാണ്. പക്ഷെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മതങ്ങളും വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തോട് തീരെ പാടില്ലെന്നുള്ള നിരാസവും നമ്മുടെ ഭരണഘടന വെച്ച് പുലർത്തുന്നില്ല. നമ്മുടെ ഹിന്ദുധർമ്മത്തിന്റെയും ബുദ്ധധർമ്മത്തിന്റെയും നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങളെ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാഷണൽ മോട്ടോ എന്ന് പറയുന്നത് സത്യമേവ ജയതയാണ്. സത്യമേവ ജയത മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് ഹിന്ദു ചിഹ്നമാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ പറയോ? നമ്മുടെ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് യഥോ ധർമ്മ സ്തതോ ജയ എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്യമാണ്. അത് ഉപയോഗിക്കരുത് നിങ്ങൾ പറയോ? ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ മോട്ടോ ശംയോ വരുണ എന്ന് പറയുന്ന തൈത്രിയാരണ്യത്തിലെ ഒരു മന്ത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ സിംബൽ എന്താണ്? അശോകന്റെ സാർനാഥിലെ ലയൺ ക്യാപിറ്റലാണ്. അത് ബുദ്ധധർമ്മത്തിന്റെ സിംബലാണ്. അതേപോലെ തന്നെ ചരിത്രം മാറ്റി എഴുതും. ഇതിപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഒറ്റ കാര്യമുള്ളൂ, ദേശീയ പതാകയ്ക്ക് പകരമാണോ ഈ ഭഗവധ്വജം? ദേശീയ പതാക എന്തുകൊണ്ട് വച്ചില്ല? ദേശീയ പതാക ഏന്തിയ ഭാരതാംബയെ എന്തുകൊണ്ട് വെച്ചില്ല? നോക്കൂ, ഞാൻ ലളിതമായിട്ട് ഉത്തരം പറയാം. ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്ന കാലത്ത് ഈ പറയുന്ന ദേശീയ പതാക ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് ഈ പറയുന്ന തിരങ്ക എന്ന് പറയുന്ന ദേശീയ പതാക ഭരണഘടനയൊക്കെ രൂപീകരിക്കപ്പെട്ട ശേഷം, വിവിധ സർക്കാരുകൾ ഭരണത്തിൽ വന്ന ശേഷം, ഈ ആധുനിക കാലത്ത് താങ്കൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല, താങ്കൾ ഈ പുരാണ ഉപദേശത്വം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാനും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും, ബൈബിൾ പറയേണ്ടി വരും, ഇതെല്ലാം പറയേണ്ടി വരും. ഇതെല്ലാം കൂടി രാജ്ഭവനിൽ വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് ഹിന്ദു മതത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുത? അല്ല, ഹിന്ദു മതത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. ഹിന്ദു മതത്തിന്റെ കാര്യവും ക്രിസ്ത്യൻ മതത്തിന്റെ കാര്യവും ബുദ്ധമതത്തിന്റെ കാര്യവും ഇസ്ലാം മതത്തിന്റെ കാര്യവും ഒരുപോലെ പറയാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ മതചിഹ്നങ്ങളെ രാജ്യത്തിന്റെ ചിഹ്നങ്ങളായി അവതരിപ്പിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അതെങ്ങനെ അത് RSSന്റെ ആശയം ഔദ്യോഗിക ആശയമാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു? ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് താങ്കൾ ഖണ്ഡിക്കുക? അത് നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലാത്തത് അതിൽ മറുപടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട് ദേശീയ പതാകയില്ല, പകരം ഭഗവത് മറുപടിയില്ല? ഞാൻ പറയട്ടെ, ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ നാടകം 1873 1873 ഇന്ത്യക്ക് തിരങ്ക എന്ന് പറയുന്ന ദേശീയ പതാകയില്ല. അതിനുശേഷം ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് ഒരു ജീവിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ വരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഗീതത്തിലാണ്. ഈ വന്ദേ മാതരം എന്ന ഗീതം ഈ ഭാരതമാതാവിനെ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും സങ്കല്പിക്കുന്നതാണ്. അന്ന് ഈ പറയുന്ന ത്രിവർണ്ണ പതാക ഉണ്ടായിട്ടില്ല. അതിനുശേഷം 1936 മഹാത്മാഗാന്ധിയാണ് വാരണാസിയിൽ ഭാരത് മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തത്. അന്നും ഇന്ത്യക്ക് ദേശീയ പതാക ഉണ്ടായിട്ടില്ല. അതായത് ദേശീയ പതാക ഉണ്ടാവുന്നതിനേക്കാൾ പുരാണികമായിട്ടുള്ള വളരെ പൂർവ്വമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള ശീലങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു, അതൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലല്ലേ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്, നമുക്കിവിടെ ഒരു ദേശീയ പതാകയുണ്ട്, നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ഭഗവധ്വജം ഔദ്യോഗിക ചിഹ്നമാകുന്നത്? ഭഗവദ്ധ്വജം ഔദ്യോഗിക ചിഹ്നമൊന്നുമല്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ട് ആരും ഭഗവദ്ധ്വജത്തെ അവരോധിച്ചിട്ടില്ലല്ലോ. ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം വളരെ പൗരാണികമായിട്ടൂടെ അനുവർത്തിച്ചു വരുന്നതാണ്. അത് ദേശവിരുദ്ധമായിട്ടൊരു സങ്കല്പമല്ല. നിങ്ങൾക്ക് ഭഗവദ്ധ്വജം നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ RSSന്റെ കാര്യാലയത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം, ഒരു പ്രശ്നവുമില്ലെന്നേ. നിങ്ങളുടെ ആശയങ്ങളോട് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവയ്ക്കൂ, കുഴപ്പമില്ലെന്നേ. രാജ്ഭവനിൽ എങ്ങനെ വെക്കും എന്നുള്ളതാണ് ചോദ്യം. ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ദേശീയ പതാകയ്ക്ക് പകരം ഇതിനെ വണങ്ങണമെന്ന് നിർബന്ധിക്കാൻ എങ്ങനെ പറ്റും? വെക്കാൻ പാടില്ല. പറയൂ. ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ മാതാവായി കരുതുന്ന, അതിനെ വന്ദിക്കണം എന്ന് പറയുന്ന സങ്കല്പം മതത്തിനുമെതിരല്ല, ഒരു സംസ്കാരത്തിനും വിരുദ്ധമല്ല. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു നിലപാടാണ്. അത് പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഭാരത് മാതായുടെ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഭാരതത്തെ മാതാവല്ല പിതാവായി കാണണമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ തോന്നിയാൽ എനിക്ക് പിതാവായും കാണാമെന്നേ, മാതാവായി കാണാമെന്ന് തന്നെ ഇല്ല. അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ഔദ്യോഗികമാണ് താങ്കൾ എങ്ങനെ പറയും? അങ്ങനെയൊന്നും ഭരണഘടനയിൽ ഇല്ലല്ലോ. നോക്കൂ, ഭരണഘടനയിൽ ഇല്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. മതചിഹ്നമാണ്, മതചിഹ്നമാണ്. അങ്ങനെയെങ്കിൽ അവിടെ ഖുറാനും ബൈബിളും ഒക്കെ വെക്കാൻ നിങ്ങൾ ഇതുപോലെ വിശാല മനസ്കത കാണിച്ചിട്ടില്ല. എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ അടയാളങ്ങളല്ല. ശരി, തിരിച്ചെത്താം. അതൊക്കെ നിങ്ങൾ പറയണേ, രാജ്യത്തിന്റെ അടയാളങ്ങളായി അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അടയാളമായി വന്നതും ഒഴുകി വന്നതുമായി എല്ലാം കൂടി ചേർന്നാണല്ലോ സംസ്കൃതി. അല്ലാതെ ഒരിടത്ത് നിൽക്കുന്നതല്ലോ, ഒരു ഭാഗത്തൂടെ മാത്രം ഒഴുകുന്നതല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.